എനിക്കറിയത്തില്ല ഞാൻ എന്തുകൊണ്ട് എവിക്റ്റ് ആയെന്നുള്ള കാര്യം. ഇവൻ ലാലേട്ടൻ അത് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു. എവിക്റ്റ് ആയതിന്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു വേറൊരു മസ്താനിനെ ലക്ഷ്മിനെ ഔട്ടാക്കാൻ വേണ്ടി ബാക്കി ആൾക്കാർ വേറൊരു ഔട്ട് ആവുന്ന പ്രതീക്ഷ ഒരു കണ്ടസ്റ്റന്റ് മാക്സിമം വോട്ട് കൊടുത്തു. അത് കാരണം എന്റെ വോട്ടിങ് കുറഞ്ഞു പോയതാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ മാത്രമല്ല ആ വീട്ടിലെ ആരും അത് നോട്ട് ചെയ്തിട്ടില്ല. കാരണം ഹലോ അതിലനൂറ വിഷയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനെന്നല്ല ആ വീട്ടിലെ ആരും അത് കേട്ടില്ല. ലാലേട്ടൻ അത് ചോദിക്കുന്ന സമയത്ത് പോലും നമുക്ക് മനസ്സിലായില്ല ഇത് ആരെക്കുറിച്ചാണ് പറയുന്നുള്ളത്. ഞാൻ കിച്ചണിലായിരുന്നു. ആ ഫൈറ്റ് നടക്കുമ്പോൾ ലക്ഷ്മി അങ്ങനെ പറയുന്ന പോലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ലക്ഷ്മി ഒരു LGBTQ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള ആളാണെന്ന് ശക്തമായിട്ട് ഞാൻ പറയും. കാരണം ഫസ്റ്റ് ഡേ ഞാൻ ലക്ഷ്മിയായിട്ട് ഒരു അടി ഉണ്ടായത് തന്നെ ഇതിന്റെ പേരിലാണ്. ലക്ഷ്മി പല പ്രാവശ്യം വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അവരെ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അത് ഫസ്റ്റ് ലക്ഷ്മി പറയുന്നത് ഞങ്ങൾ എൻട്രി ചെയ്തതിന്റെ എനിക്ക് തോന്നുന്ന ഒരു കുറച്ച് മണിക്കൂർ ശേഷമാണ്. ആ കോൺവെർസേഷൻ ഞാനൊരു പാട്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയത്തില്ല. കാരണം അവിടെയുള്ള ഒരു 80% കാര്യങ്ങളും കണ്ടിട്ടില്ലെന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ കണ്ടിട്ടില്ല എപ്പിസോഡ്സ് ഒന്നും ഇതുവരെയായിട്ട്. അവിടെ അങ്ങനെ ഇപ്പോൾ ഒരു ബെസ്റ്റ് പ്ലെയർ എന്ന് പറയാനായിട്ട് ഞാൻ എന്തെങ്കിലും, കാരണം ഇവരൊക്കെ എനിക്കിപ്പം ഇറങ്ങുന്ന സമയത്ത് എനിക്ക് പേഴ്സണലായിട്ട് ഇല്ല. ഇപ്പം കറന്റ് എനിക്കറിയില്ല. കാരണം അവിടെ പലരുടെയും ഗെയിമുകൾ പല രീതിയിലാണ് നടക്കുന്നത്. അനീഷിൻ്റേത് ഒരു നിങ്ങൾ എനിക്ക് തോന്നുന്നു വെളിയിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനീഷിനെ. പക്ഷേ അകത്തൊരു ഭയങ്കര ബോറിംഗ് പേഴ്സൺ ആയിട്ടാണ് പിന്നെ ഞാൻ പറയുന്നു. കയറിയപ്പോഴും ഞാൻ പറയുന്നു, വെളിയിൽ ഇറങ്ങുമ്പോഴും എനിക്ക് എന്നാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ കാണുന്ന ഒരു അനീഷിൻ്റെ ഒരു ലീനിയർ ക്യാരക്ടറാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബാറ്ററി മാറ്റുക എന്ന് പറയും. ഉച്ചയ്ക്ക് അത് തന്നെ പറയും. എവറി ഡേ ഈ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അത് സത്യമാണ്. കാരണം ഞങ്ങളിപ്പോൾ പറയുന്നതിൽ പ്രത്യേകിച്ച് കാരണം അതുകൊണ്ടാണ് ഇവിടെ ഗെയിം പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല എന്ന് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ആൾക്കാരെല്ലാവരും പല രീതിയിൽ ഗെയിം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ മസ്താനിയെ സംബന്ധിച്ച് വയൽക്കാരും പുറത്തുനിന്നൊരു കണ്ടന്റ് അല്ലെങ്കിൽ പുറത്തുനിന്നൊരു കാര്യം അല്ലെങ്കിൽ വീട്ടുകാരുടെ കാര്യം ഒന്നും പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടൊരു കാര്യം. പക്ഷെ മസ്താനി എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് പല രീതിയിലും അറ്റാക്ക് ചെയ്യുന്നുണ്ടായി. അത് മസ്താനയോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അത് മസ്താനയുടെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കും. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇന്റർഫിയർ ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ട ഒരു 3-4 പ്രാവശ്യം ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് മസ്താനി പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. ലാസ്റ്റ് ഒരു വാർണിംഗ് വരെ കൊടുത്ത് ബിഗ് ബോസ് മസ്താനി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെ ഇല്ലായിരുന്നല്ലോ. എൻ്റെ ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി സ്പീക്കിംഗ് എൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി അവിടെ എല്ലാവരുമായിട്ടും ഒന്ന് കമ്പനി ആയിട്ട് നിന്നിട്ട് അവരുടെ കുറേ ഗ്രൂപ്പുകളുണ്ട്. ഫോർ ആൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ അക്ബറിൻ്റെ ഗ്രൂപ്പ്, ഷാനവാസിൻ്റെ ഗ്രൂപ്പ്, അങ്ങനെ പല പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഓരോ ഗ്രൂപ്പിനെയും സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ പറയത്തില്ലേ വാഴയ്ക്ക് തടം വെക്കുക എന്ന് പറയുന്നില്ലേ, വാഴയ്ക്ക് മൂട് വെക്കുക എന്ന് പറയും. അതേപോലെ ആ മൂടിനെല്ലാം വെട്ടിക്കളയാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തോന്നുന്നു നിങ്ങളെൻ്റെ ഒരിടത്തൊരിടത്തെന്ന് പറഞ്ഞൊരു ടാസ്ക് ഉണ്ടായിരുന്നു വേറെ നമ്മൾ 2 മിനിറ്റ് പറയുന്നത്. ആ 3 ദിവസം ഹൗസ്മേറ്റ്സ് എല്ലാവരും പറഞ്ഞു എൻ്റേതായിരുന്നു ബെസ്റ്റ് സ്റ്റോറി ഞാൻ നറേറ്റ് ചെയ്തത്. അതായിരുന്നു ടാസ്ക്, അല്ലാതെ ഒരു നമുക്കൊരു മെസ്സേജ് കൊടുക്കുന്ന ടാസ്ക് അല്ലായിരുന്നു. പക്ഷേ അവിടെ ഒരു ഗെയിം നടന്നു. കാരണം ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടെ ജിഷ്ണു കൊടുത്തു ആ ഒരു നോമിനേഷൻ ഫ്രീ പാസ്. അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ വീക്ക് നിന്നേനെ. ഓ ഡെഫിനറ്റ്ലി നെവിൻ ഒരു എൻ്റർടൈനർ ആണ്. കാരണം അവിടെ നെവിൻ ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് കോണ്ടന്റ് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. മസ്താനി വരാത്തത് അറിയില്ല. ലാസ്റ്റ് മിനിറ്റ് മസ്താനിയുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. ആരാധകരെ പേടിച്ച് പറഞ്ഞില്ലെന്നാണ് ഇവിടെ പൊതുവെ. എനിക്കറിയത്തില്ല ഇതിന്റെ കാര്യങ്ങളൊന്നും ഞാൻ അറിയത്തില്ല. എനിക്ക് കാരണം ഞാൻ പറയില്ല, എനിക്കിപ്പോൾ ഇന്നലെ ഞാൻ ഔട്ടായി. നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് വൈകുന്നേരം ഫ്ലൈറ്റിൽ കയറുമ്പോഴാണ് എൻ്റെ ഫോൺ കിട്ടുന്നത്. എനിക്ക് ആകെ ഒരു ഹാഫ് ആൻ അവർ ടൈം കിട്ടിയിട്ടുള്ളൂ മൊത്തത്തിൽ നോക്കാനായിട്ട്. സോ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. എല്ലാത്തിനും ആൻസർ കളിക്കാൻ ലേറ്റ് ആയതല്ല. ഒന്നാമത്തെ കാര്യം അവിടെ കുറെ ഗെയിമുകൾ വെളിയിൽ ആൾക്കാർ സെറ്റ് ചെയ്തത് കാരണമാണ്. കാരണം എന്നെക്കാട്ടി അവിടെ കളിക്കാത്തവരും ബീൻ ബാഗ് ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ അവരെങ്ങനെ സേവ് ആയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി വെളിയിൽ ഇറങ്ങിയിട്ട് എനിക്ക് മനസ്സിലായത് ചില ആൾക്കാരുടെ ഫാൻസ് വോട്ട് മാറ്റി കൊടുത്ത് അങ്ങനെ പലരും കയറിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വൈൽഡ് കാർഡ് ആക്ച്വലി വൈൽഡ് കാർഡും ഹൗസും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഞങ്ങളുടെ ടാസ്ക് തന്നെ അങ്ങനെ ആയിരുന്നു, തുണി വേഴ്സസ് പണി. നിങ്ങൾ കണ്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഷോ മേക്കേഴ്സിന് അങ്ങനെ വേണമെന്നുണ്ടായിരുന്നു. അത് ലവ് ട്രാക്ക് ഒന്നും അല്ല. പക്ഷെ അനുമോളായിട്ട് എനിക്കൊരു സ്പെഷ്യൽ കണക്ഷൻ
ഉണ്ട്. കാരണം അനുമോള് ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സാണ്, ഞങ്ങൾ നല്ലപോലെ സംസാരിക്കുമായിരുന്നു. സോ അതെങ്ങനെ വെളിയിൽ വന്നതുള്ള എനിക്കറിയത്തില്ല, കാരണം ഫോൺ എനിക്ക് ഇപ്പോൾ കിട്ടിയതേ ഉള്ളൂ, എനിക്ക് ബാക്കിയൊക്കെ നോക്കണം. ട്രാക്ക് പിടിക്കാൻ നോക്കിയാൽ നമ്മൾ പറയില്ല, ഒരു പേഴ്സണൽ കണക്ഷൻ ഫീൽ ചെയ്തതാണ് അനുമോളുമായിട്ട്, അത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ ട്രാക്ക് പിടിക്കൽ നോക്കിയിട്ടില്ല. അതാണ് സംഭവം. ഈ ലാലേട്ടൻ്റെ ബാക്കിയുള്ള സീസണുകൾ വെച്ചിട്ട് ഈ സീസണാണ് മൊത്തം ലാലേട്ടൻ ഫയർ ആയിട്ട് കാണുന്നത്. അയ്യോ ഭയങ്കര ഫയറാണ്. കാരണം രാവിലെ ഞങ്ങൾക്ക് ഒരു മോർണിംഗ് സോങ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ തീം സോങ് ആണ്. അത് കേൾക്കുമ്പോൾ തന്നെ വീക്കെൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന അറിയാം. അത് ഒന്ന് കുറച്ച് മാറിയെന്നാൽ കുറച്ച് നല്ലതായിരിക്കും. എനിക്ക് ഇത്തിരി ആ മോർണിംഗ് സോങ് കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭയങ്കര പേടിയാണ്. കാരണം ലാലേട്ടൻ നിന്ന് വരും, ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഇൻട്രൊഡക്ഷൻ പോലും ഇല്ലാതെ ഭയങ്കര ഫയറായിട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ ഭയങ്കര പേടിയുള്ളൊരു സീസൺ ആയിരുന്നു ഇത്. ഇല്ല, ആരും എനിക്ക് തോന്നുന്നു ആ ഔട്ട് വെളി വന്നിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം ആ ഒരു സിറ്റുവേഷനിൽ ഞാനുണ്ടായിരുന്നു. മസ്താനി ഒരിക്കലും കോണ്ടന്റിന് വേണ്ടി ചെയ്തതല്ല ആ കാര്യം. കാരണം ഞാൻ ആ സിറ്റുവേഷനിലുള്ള ആളാണ്. എനിക്ക് ഫീൽ ചെയ്യുന്ന ലക്ഷ്മിയാണ് അത് കോണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കിയത്. കാരണം ആ ഒരു സീൻ നടക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പ് ഞാനും മസ്താനിയും ലക്ഷ്മിയും ജിഷ്ണും എല്ലാം കൂടെ ബീൻ ബാഗ് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും മസ്താനി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. വളരെ പേഴ്സണലായിട്ട് സംസാരിക്കണമെന്നും പ്രൈവറ്റായിട്ട് സംസാരിക്കണമെന്നും ലക്ഷ്മി സീൻ ഉണ്ടാക്കിയപ്പം മസ്താനി പറഞ്ഞതാണ് ലക്ഷ്മിയാണ് ഇത് ആക്ച്വലി കോണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കിയതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷനിലുള്ള ഒരാളാണ്. ഈ അക്ബറൊക്കെ കളിക്കുന്നത് സേഫ് ഗെയിമായിട്ട് തോന്നുന്നു. അക്ബർ സേഫ് ഗെയിം തന്നെയാണ് കളിക്കുന്നത്. മാത്രമല്ല അക്ബറിന് ഞങ്ങളൊരു ഗ്രൂപ്പ് ഇട്ടുണ്ട്. അക്ബർ മൂട് താങ്ങി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ഇട്ടുണ്ട്. കാരണം അക്ബർ ഇരിക്കും, അക്ബറിൻ്റെ മൂട് താങ്ങി കുറേ കണ്ടസ്റ്റൻസ് അവിടെ ഇരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല, പിന്നെ എപ്പോഴേലും പറയാം. കാരണം അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ വെളിയിൽ കാണാത്ത പലതും പല കാര്യങ്ങളും ഉണ്ട്. അതെനിക്കിപ്പം അതെ 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 അതിൻ്റെ സ്ട്രാറ്റജിയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാം. കാരണം അതെനിക്കിപ്പം ഇങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരു വാക്കിൽ പറയാന്ന് വെച്ചാൽ നിങ്ങൾ ലൈവിൽ കാണുന്നത് ഒന്നുമല്ല, ആ വീഡിയോക്കകത്ത് വേറെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഒരിക്കലും സ്ക്രിപ്റ്റഡ് അങ്ങനെയാണ്. ഡെഫിനറ്റ്ലി കുറേ കോണ്ടന്റുകൾ പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വെളി വന്ന് നോക്കുന്ന സമയത്ത് ഞാൻ പലതും ഓഡിഷൻ ഉണ്ട്. ഞാൻ ആകെ കണ്ടിട്ടുള്ള എനിക്ക് തോന്നുന്നു അനുമോളുമായിട്ട് സംസാരിക്കുന്ന പോർഷൻ മാത്രമേ വെളി വന്നിട്ടുള്ളൂ. പക്ഷെ അത് ലവ് ട്രാക്ക് ഒന്നുമല്ല. ഞങ്ങൾ എൻ്റെ ഒരു ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ എവിക്റ്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും ഭയങ്കര എനിക്ക് വിഷമം വന്നതും അനുമോള്. ഡ്രാമയായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. കാരണം അനുമോൾ ഒരു ജെന്യുവനായിട്ട് അവിടെ നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അനുമോളെ ഞാൻ വെനമോൾ എന്നാണ് വിളിക്കാറുള്ളത്. കാരണം ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വിഷം ചീറ്റുമെങ്കിലും പക്ഷേ എനിക്ക് ഭയങ്കര ഒരു നല്ല ഫ്രണ്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, എപ്പിസോഡ് കണ്ടിട്ടില്ല. കാരണം ഞാൻ അതിനു മുമ്പ് എവിക്റ്റ് ആയിട്ട്. അയ്യോ അതെ 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 കിച്ചൺ ക്യാപ്റ്റൻ അത് ആക്ച്വലി ആ വീട്ടുകാർ എനിക്കൊന്നൊരു പണിയായിരുന്നു. കാരണം കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കാൻ ചാൻസ് ഉള്ളത്. എന്നാൽ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ കിച്ചണിൽ നമ്മൾ ഒതുങ്ങിപ്പോവും. അവരെന്ന പണിയായിരുന്നു. അത് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ നിങ്ങൾ കണ്ടുണ്ടോയെന്ന് അറിയത്തില്ല. അതിനുശേഷം ആ കിച്ചണിൽ ഫുൾ അടിയായിരുന്നു ഈ വീക്ക്. ഈവൻ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഡ്രൈ ഡേ ആണ്. പക്ഷേ ആ ഫ്രൈഡേയിൽ ഞങ്ങൾക്ക് ഭയങ്കര അടി നടന്നിട്ടുണ്ട് കിച്ചണിൽ. സോ